ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഗൗരിയോട് രാധാമണി തങ്കച്ചി ചോദിക്കുകയാണ്, നീ പ്രഗ്നൻ്റ് ആണോ എന്ന്. ഗൗരി അപ്പോൾ പറയാണ് പ്രഗ്നൻ്റ് അല്ല എന്ന്. ഗൗരി പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഷോക്കാകുന്നു. മഹാദേവൻ അപ്പോൾ ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. നിനക്ക് സമനില തെറ്റിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. പ്രൊഫസറോടും പറയുകയാണ്, നിങ്ങളുടെ മകൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. ശങ്കർ ആണെങ്കിലും ഗൗരിയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. മഹാദേവനാണെങ്കിൽ ഗൗരിയോട് പറയാണ്, ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. എൻ്റെ ഭാര്യ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ പോലും നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടാണുള്ളതെന്നൊക്കെ പറയാണ്. മഹാദേവൻ അപ്പോൾ പറയുന്നുണ്ട്, ഇവൾ ഗർഭിണിയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ നാടകം കളിച്ചതെന്നൊക്കെ. ചാരങ്ങാട്ട് മഹാദേവനെ വിഡ്ഢിയാക്കിയതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. മഹാദേവനാണെങ്കിൽ ദേവുമ്മയോട് പറയാണ്, ഗൗരി ഗർഭിണിയാണ്, അവൾ ഇപ്പോൾ നാടകം കളിക്കുകയാണെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ ഗൗരി പറയാണ്, ഞാൻ ശരിക്കും ഗർഭിണിയല്ല എന്ന്. ദേവുമ്മ അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആര് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കേണ്ടതെന്ന്. മഹാദേവനാണെങ്കിൽ ദേഷ്യം വരുന്നു. മഹാദേവൻ പ്രൊഫസറോട് പറയാണ്, മോളോട് ചോദിക്കാനെന്ന്. ദേവുമ്മയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. നിങ്ങൾ ആദ്യം തർക്കം പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട്. രാധാമണി തങ്കച്ചി അപ്പോൾ പറയാണ്, എല്ലാവരും ഇവൾ പറഞ്ഞത് കേട്ടല്ലോ. ഇവളെ എനിക്ക് ആദ്യം മുതലേ സംശയമുണ്ടായിരുന്നു. ഇവളുടെ പ്രവർത്തികളൊന്നും ഒരു ഗർഭിണിയായ പെണ്ണിൻ്റെ പ്രവർത്തികളല്ലായിരുന്നു. എൻ്റെ കാലിൽ അമ്മിക്കല്ല് വീണപ്പോൾ ഇവളാണെങ്കിൽ ഓടിപ്പോയിട്ടാണ് മരുന്നൊക്കെ എടുത്തുകൊണ്ട് വന്നത്. മഹാദേവൻ ശങ്കറിനോട് പറയുന്നുണ്ട്, നിന്റെ ഭാര്യയാണെങ്കിൽ ഈ കുടുംബത്തിൻ്റെ അഭിമാനമാണ് കളഞ്ഞതെന്ന്. ഗൗരി അപ്പോൾ ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന്. മഹാദേവൻ ചോദിക്കുകയാണ്, നീയൂടെ അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ ശങ്കർ പറയാണ്, ഞാൻ അച്ഛനോട് കള്ളം പറഞ്ഞതാണെന്ന്. ശങ്കർ പറയുന്നത് കേട്ടിട്ട് മഹാദേവന് ദേഷ്യം വരുന്നു. മഹാദേവൻ പറയാണ്, എൻ്റെ അഭിമാനമാണ് നീ കളഞ്ഞത്. അത് മാത്രമല്ല, ഈ പൂജ പോലും ഞാൻ ചെയ്യത്തില്ലായിരുന്നുവല്ലോ, നീ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ എന്നൊക്കെ പറയുന്നു. ശങ്കർ എന്നിട്ട് ഗൗരിയെ കുറ്റപ്പെടുത്തുകയാണ്, നിന്നോട് ഞാൻ മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്, എന്നിട്ട് നീ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇപ്പോൾ കുളമാക്കിയില്ലേ, നിനക്ക് മനസ്സമാധാനമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഗൗരി അപ്പോൾ പറയാണ്, എനിക്ക് ദൈവത്തിൻ്റെ മുന്നിൽ കള്ളം പറയാൻ പറ്റില്ല. നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാമെന്ന്, നിങ്ങൾ സമ്മതിച്ചില്ല എന്നൊക്കെ പറയുന്നു. മഹാദേവൻ പറയണം, നിങ്ങളെ കാണുമ്പോൾ എപ്പോഴും ഭയങ്കര സ്നേഹത്തിലായിരുന്നുവല്ലോ എന്ന്. അപ്പോൾ രാധാമണി തങ്കച്ചി പറയാണ്, അതെല്ലാം ഇവളുടെ അഭിനയമായിരുന്നുവെന്ന്. ശങ്കർ ഗൗരിയെ കുറ്റപ്പെടുത്തുകയാണ്, നീയാണിപ്പോൾ എല്ലാം പറഞ്ഞു കുളമാക്കിയതെന്ന് പറഞ്ഞിട്ട്. എല്ലാവരും ഗൗരിയോട് ചോദിക്കുകയാണ്, എന്താണ് കാര്യം, സത്യം എന്താണെന്നൊക്കെ. ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, വീണ്ടും ഞാൻ പ്രഗ്നൻ്റ് അല്ലെന്ന്. അതുമാത്രമല്ല, ഞാനൊരമ്മയാകത്തില്ല എന്നും പറയുന്നു. മഹാദേവൻ അപ്പോൾ പറയാണ്, ഇവൾക്ക് എന്താണ് പ്രശ്നം, എൻ്റെ മകൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ ഇവൾക്ക് എന്താണ് പ്രോബ്ലം, എൻ്റെ മകനെ എപ്പോഴും ഇവളുടെ സാരി തുമ്പിൽ കൊണ്ട് നടക്കാനാണോ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. പ്രൊഫസർ ആണെങ്കിലും ഗൗരിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് പ്രശ്നമെന്ന്. ഗൗരി അപ്പോൾ പറയാണ്, ഞാനും ശങ്കറും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും അത് ഷോക്കാകുകയാണ്. ശങ്കറിന് ദേഷ്യം വന്നിട്ട് ഗൗരിയെ അടിക്കുകയാണ്. ശങ്കർ ഗൗരിയോട് പറയുന്നു, നീ എല്ലാവരെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കുന്നുവെന്ന്. ശങ്കർ ആണെങ്കിൽ ഗൗരിയോട് ദേഷ്യപ്പെടുകയാണ്, നീ എല്ലാവരോടും ഇപ്പം തന്നെ പറയണം കള്ളമാണ് പറഞ്ഞതെന്ന്. മഹാദേവൻ അപ്പോൾ ശങ്കറിനോട് പറയണം, നിനക്ക് നാണമില്ലേ, ഇത്രയും നാളായിട്ടും സ്വന്തം ഭാര്യയെ തൊട്ടിട്ട് പോലുമില്ല എന്ന് പറയാനെന്ന്. ഇതിലും ഭേദം നീ സാരി ഉടുത്ത് പെണ്ണായിട്ട് നടക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു. ശങ്കർ ഗൗരിയോട് പറയുന്നു, നിനക്ക് സമാധാനമായോ, നീ കേട്ടല്ലോ എല്ലാവരും എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് പറയുന്നതെന്ന്. നിനക്ക് പ്രതികാരമല്ലേ വീട്ടേണ്ടത്, നീ പ്രതികാരം വീട്ടുകയല്ലേ എന്നൊക്കെ പറയാണ്. ശങ്കർ പറയണം, നിന്നോട് എനിക്കൊരു റെസ്പെക്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത്. ഇനിയും ഒരു ഭർത്താവ് എന്താണെന്ന് നിന്നെ കാണിച്ചു തരാമെന്നൊക്കെ ഗൗരിയോട് പറയുന്നു. ഗൗരി അപ്പോൾ പറയാണ്, എല്ലാവരെയും മുന്നിൽ വെച്ച് തല്ലുന്നതല്ല ഭർത്താവ്, എല്ലാവരെയും മുന്നിലാണെങ്കിൽ ഭാര്യയുടെ മാനം കാക്കുന്നവനാണ് ഭർത്താവ്. ഇപ്പോൾ ചെയ്യാത്ത തെറ്റാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര പ്രാവശ്യം ഞാൻ സത്യം പറയാൻ തുടങ്ങിയതാണ്, നിങ്ങളാണ് എന്തു വന്നാലും ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ അവസാനം എല്ലാം എൻ്റെ തെറ്റായിട്ട് മാറി. ഇനി ഒരു ഭാര്യ എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറയുന്നു. നിങ്ങളാണ് ഈ നാടകമൊക്കെ ഒപ്പിച്ചത്, എന്നിട്ട് എന്നെ കുറ്റം പറയുന്നു. എനിക്കുമാണെങ്കിൽ അഭിമാനമൊക്കെ ഉണ്ട്. ഇനിയും ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല, ഇപ്പം തന്നെ പോകുന്നുവെന്ന് ഗൗരി പറയുന്നു. പ്രൊഫസർ ഗൗരിയോട് ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നതെന്ന്. ഗൗരി അപ്പോൾ പറയാണ്, ഇവർക്കൊക്കെ ഞാനൊരു പാവയാണ്, അവരുടെ ഇഷ്ടത്തിന് ചലിക്കുന്ന ഒരു പാവയായിട്ടാണ് എന്നെ കാണുന്നത്. എനിക്കൊരു പാവയായിട്ട് ഇനിയും ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഗൗരി പറയാണ്. ശങ്കർ അപ്പോൾ ഗൗരിയോട് പറയാണ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഇവിടെ നിന്ന് പോകുമെന്നോ, അങ്ങനെയെങ്കിൽ നീ ഒന്ന് പോയി കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്